ചേച്ചി ഈ ഇടയ്ക്ക് ചേച്ചിയുടെ ഒരു ആൽബം ഇറങ്ങിയില്ലേ, അത് ഭയങ്കര വൈറലായി. അതിന്റെ ഒരു കഥയില്ലേ ചേച്ചി എന്റെ പുറകില്? ഞാനും മധുവും കൂടെ പാടിയതാണ്. അതിനൊരു വലിയ കഥയുണ്ട്. അത് ചേച്ചിയെ കൊണ്ട് പറയിപ്പിക്കാന്ന് വിചാരിച്ചിട്ടാ ഞാൻ മിണ്ടാതെ. 10-23 വർഷം മുമ്പ്, ചില്ലറയല്ല 23 വർഷം മുമ്പ് താജ് എടവലങ്ങെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു മുസ്ലിം ആളാണ്. അദ്ദേഹം ഗുരുവായൂരപ്പ പാട്ടുകൾ സ്റ്റിൽ അദ്ദേഹം എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹം ഒരു 12 പാട്ട് എഴുതി ഇങ്ങനെ വീട്ടിൽ വന്നു. അപ്പം ഞാൻ തന്നെ കമ്പോസ് ചെയ്യണം എന്ന് പറഞ്ഞു. അദ്ദേഹം എൻ്റെ ചേച്ചിയുടെ ഭർത്താവിനെ അദ്ദേഹം അറിയാം. അങ്ങനെയാണ് ബിന്നി ചേച്ചി ഇത് കമ്പോസ് ചെയ്യാവോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഒരുപാട് ഭദ്രാചല രാമദാസ് കൃതി, പിന്നെ മീരാ ഭജൻ, അഷ്ടപതി, ഇങ്ങനെ ഇതെല്ലാം ട്യൂൺ ചെയ്യുമായിരുന്നു. ഒന്നേ കൊച്ചിലെ 10ാം ക്ലാസ് തൊട്ടേ കഴിഞ്ഞപ്പോൾ തൊട്ട് ഇങ്ങനെ ഞാൻ പാടുമായിരുന്നു അങ്ങനെ. അപ്പം അത് അവർക്കറിയാം. അങ്ങനെ ഒരു 6-7 മണിക്കൂറും കൊണ്ട് ഞാൻ 12 പാട്ട് ട്യൂൺ ചെയ്ത് വെച്ചു. ഗുരുവായൂരപ്പൻ എന്താണ്, ഗുരുവായൂരപ്പനോടാണ് എന്റെ ചോദ്യം. എന്താണ് ഭഗവാനെ ഇത്രയും ലേറ്റ്? ജോലി ഞാൻ ചെയ്തില്ലേ, പിന്നെ എന്തുകൊണ്ട് എന്നെ കൊണ്ട് അത് റിലീസ് ആക്കിയില്ല? അപ്പൊ ഞാൻ ആ പാട്ട് ഇങ്ങനെ ഞങ്ങള് ഒരുമിച്ച് ജഡ്ജ് ചെയ്യാനിരിക്കണം, മധു ബാലകൃഷ്ണനും. മധു ബാലകൃഷ്ണനെ ഇങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ പറഞ്ഞ് പാടി കേൾപ്പിച്ചപ്പോ അദ്ദേഹത്തിന് ആ പാട്ട് ഇഷ്ടമായി. അപ്പൊ ഞാൻ പാടാമോ എന്ന് ചോദിച്ചു. പിന്നെന്താ ഇത്രയും നല്ല ഒരു ബിന്നി ഇത്രയും നല്ല കമ്പോസർ ആണല്ലോ, നല്ല പാട്ടാ, ഞാൻ പാടാലോ എന്ന് പറഞ്ഞു. അങ്ങനെ പാടിയതാ.